ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ, നമ്മുടെ പാർട്ടിയുടെ ലീഡർ, ഇടതുപക്ഷ ജനാധിപത്യമുള്ള കരുത്തനായ മുന്നണി പടയാളി, ധീരനായ കർമ്മയോഗി ജോസ് കെ മാണി എം പിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോപ്പസ് മാത്യു, ബഹുമാനായ MLA ശ്രീ ജോ മൈക്കിൾ, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണിധക്കടക്കം അടക്കമുള്ള നേതാക്കന്മാർ, പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാരികാടൻ, സംസ്ഥാന ഉന്നത അധികാര സമിതിയുടെ മെമ്പർമാർ, ഈ ജില്ലയുടെ ജില്ലാ ഭാരവാഹികൾ, പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, പ്രിയമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, സ്നേഹിതരെ, ഇന്ന് ഈ യോഗത്തിൽ ഞാൻ സദസ്സിലേക്ക് നോക്കുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ ജില്ലയെ ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കേണ്ട സ്ട്രാറ്റജീസൊക്കെ ആസൂത്രണം ചെയ്യേണ്ട ഓരോ നേതാക്കന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്രകാരം ഒരു ജനറൽ ബോഡി നമുക്ക് കൂടാനുള്ള ഒരു സമയം ലഭിച്ചെന്ന് വരില്ല. ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ വെക്കുന്ന ആശയങ്ങളും താഴെത്തട്ടിൽ ചെന്ന് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഞാൻ ആദ്യമായി ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് എത്തിയിരിക്കുന്ന മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച സംഘാടകരെ, പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ്, ഓഫീസ് സെക്രട്ടറി ഉണ്ട്, മറ്റ് നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ഓരോരുത്തരെയും ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെയും പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോപ്പസ് മാത്യു സാറിനെയും അതോടൊപ്പം തന്നെ മത നേതാക്കന്മാരെയും ഞാൻ അനുമോദിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേർന്നുകൊള്ളുകയാണ്. കഴിഞ്ഞ ഒരു 4.5 വർഷക്കാലം നമുക്കറിയാം, നമ്മൾ ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും എവിടെയെല്ലാം സാമൂഹിക വിഷയങ്ങളുണ്ട്, ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളുണ്ട്, അവിടെയെല്ലാം നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇടപെട്ട് ചെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു പ്രസ്താവന നടത്തി നമ്മൾ പിന്മാറുകയല്ല. അതിന് പരിഹാരം കാണുന്നത് വരെ അതിനുവേണ്ടി ഇടപെടുകയും അതോടൊപ്പം തന്നെ പോരാട്ടവും നടത്തി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയപ്പോൾ തന്നെ ചാനലുകാർ പുറത്തുനിന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നോട് ചോദിച്ചത്, ഇന്നിപ്പോൾ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ആളുകളും സഭയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2021 തൊട്ട് 25 വരെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ഏതാണ്ട് 36,631 അധ്യാപകരുടെ നിയമനം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ
നിയമനം നടത്തുമ്പോൾ ഏതാണ്ട് 4% ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കിയാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള നിയമനങ്ങൾ നടത്താവൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കണ്ടു, ഇത് കുറച്ച് നാളുകളായി ഇങ്ങനെ നിയമയുദ്ധങ്ങൾ നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ആ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുകൾ നീക്കം അതിനുവേണ്ടിയുള്ള മാറ്റിവെച്ച് റിസർവ് ചെയ്ത് ബാക്കിയുള്ള നിയമനങ്ങൾ നടത്തണമെന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം. അത് സ്വാഭാവികമായും ന്യായമായ കാര്യമാണ്, നീതിയാണ്. അവിടെ പല ആളുകളും നമുക്കറിയാം ശമ്പളം ലഭിക്കാതെ വർഷങ്ങളോളം ഇന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ അതൊരു സുപ്രീം കോടതിയുടെ ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിധിയുടെ ഭാഗമായിട്ട് തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം NSS മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ പോയി. ആ മാനേജ്മെൻറ്റിന് മാത്രമായി അവരൊരു വിധി മേടിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികളുമായിട്ട് പോകുമ്പോൾ അതേ സമാനമായ ഉള്ള മാനേജ്മെൻ്റ് ഉണ്ട്. ചിലത് ട്രസ്റ്റ് ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം, സിംഗിൾ മാനേജ്മെൻ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ആ മേഖലകളിലും ഉള്ളവർക്ക് അത് ഫില്ല് ചെയ്ത് പോകണം എന്നുള്ളൊരാവശ്യമാണ്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നേരിട്ട് ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ കാണുകയും അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ദീർഘമായി ഇതിൻ്റെ ചർച്ചകൾ നടത്തുകയും ഇതിൻ്റെ നിയമവശം പലതരത്തിൽ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പലതരത്തിലാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലിനെ സർക്കാർ കൊടുത്തു. ചില തടസ്സങ്ങൾ അതിനകത്ത് പറഞ്ഞു, വീണ്ടും അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ വിഷയം വളരെ രമ്യമായി പരിഹരിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇനിയും അത് സർക്കാരും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ആവശ്യമാണെങ്കിൽ, ഇവിടെ MLA-മാരൊക്കെ ഇരിപ്പുണ്ട്, തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടി മുൻകൈ എടുക്കും. ഞാൻ ജസ്റ്റ് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, അത് നമുക്ക് പരിഹരിക്കേണ്ടത്, തീർച്ചയായിട്ടും പരിഹരിക്കണം. അതിനാണല്ലോ സർക്കാർ ഇരിക്കുന്നത്. ഒരു കാര്യത്തിൽ പോലും സർക്കാർ മുഖം തിരിഞ്ഞു പോയിട്ടില്ല. നമുക്ക് എത്രയോ ജനകീയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ പറയുന്ന നല്ല മനോഹരമായി നമ്മുടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ നല്ലൊരു ചെറിയൊരു ഹാൻഡ് ഔട്ട്, ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ് മാത്രം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കുകയാണ് ഉണ്ടായത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അത് ഏറ്റവും വലിയ സാമൂഹിക വിഷയവും ആ സാമൂഹിക വിഷയം നമ്മൾ ഇടപെട്ടതുമാണ്. ഇപ്പോൾ ഇവിടെ ബഫർ സോണിൻ്റെ വിഷയം, ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആ വിഷയം ഇന്ന് മലയോര പ്രദേശങ്ങളിൽ അത് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് 1 കിലോമീറ്റർ തൊട്ട് 10 കിലോമീറ്റർ കാർഷിക മേഖലയ്ക്ക്, റവന്യൂ ലാൻഡിലേക്ക് അത് ബഫറായിട്ട് അത് ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുമായി വന്നപ്പോൾ ആ നിലപാടിനെതിരെ നമ്മൾ സംസാരിക്കുകയും ഞാനും തോമസ് ചാഴികാടനും അവിടെ എംപവർ കമ്മിറ്റിയെ കാണുകയും 1.5 മണിക്കൂർ സംസാരിക്കുകയും ഇടപെടുകയും എന്തുകൊണ്ടാണത് പാടില്ല എന്ന് പറയുകയും 1 കിലോമീറ്റർ നമ്മൾ അകത്തേക്ക് ബഫർ സോണായിട്ട് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു പീപ്പിൾ സെൻസിറ്റീവ് സോണാക്കി മാറ്റണം. കാരണം വനത്തിനോട് ചേർന്ന് ജനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കാണ് സംരക്ഷണം കൊടുക്കേണ്ടത്. വനത്തിനേക്കാൾ കൂടുതൽ വനത്തിന് കൊടുക്കണം, അതോടൊപ്പം തന്നെ വന്യമൃഗത്തിനേക്കാൾ കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടത് ജനത്തിനാണ്. അപ്പോൾ അത് വാദിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഒരു 40 പേജ് അടങ്ങുന്നത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകളെടുത്തു. സർക്കാരിൻ്റെ ഇവിടെ ചർച്ചകൾ നടത്തി. ഞാൻ ഓർക്കുന്നു, അന്ന് നേരെ റിമോട്ട് സെൻസിങ് ആണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൻ്റെ സെൻസസ് എടുക്കുന്നത്. സെൻസസ് എന്ന് പറഞ്ഞാൽ എത്ര വീടുണ്ട്, എത്ര മരമുണ്ട്, എത്ര പശുവുണ്ട്, എത്ര ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഇതാണ്. അതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ എടുക്കണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയ്ക്കകത്ത് ചർച്ച വരികയും ആ നിയമസഭയ്ക്കകത്ത് സർക്കാർ ആ തീരുമാനമെടുത്തപ്പോൾ ഞാൻ ഓർക്കുന്നു, അതിനകത്ത് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞു, നിങ്ങൾ ഈ തീരുമാനമെടുത്തത് കേരള കോൺഗ്രസിൻ്റെ നേതാവ് ജോസ് കെ മാണി പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ, അല്ലെങ്കിൽ എടുക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ
അതൊന്നുമല്ല, അത് ജനകീയ വിഷയമായതുകൊണ്ട് കേരള കോൺഗ്രസ് ഇടപെട്ടു, അതിനോട് യോജിച്ച് നിന്നു എന്നുള്ളതാണ്. അന്ന് ജോ മൈക്കിളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അത് ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. റബ്ബർ വില സ്ഥിരതാ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ന് റബ്ബറിൻ്റെ വില ഈ പറയുന്ന 200-ന് താഴോട്ട് പോകുന്നു. മാത്രമല്ല, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ 250 രൂപയാക്കണം, അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടു 150-ൽ നിന്ന് 180 അത് പോരാ, അത് കൂട്ടേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ MLA ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ട് ഡെലിഗേഷനായിട്ട് കൊടുക്കുകയും ഇത് പറയുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ റബ്ബറിൻ്റെ വിഷയമാണേലും ഇപ്പം നമ്മൾ പത്രത്തിൽ ചില സമയത്ത് വാർത്തകൾ വീണ്ടും വരുന്ന എയിംസ് കേരളത്തിൽ വേണം എന്നുള്ളതാണ്. എയിംസ് കേരളത്തിൽ തരേണ്ടതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ഷനിൽ, ഹെൽത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരുള്ളത് മലയാളികളായിട്ടുള്ളവരാണ്. ഇവിടെ കേരളത്തിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു കുടുംബങ്ങളിൽ വരുമാനമാർഗമായി വരുന്ന നഴ്സുമാരുടെയാണ്. അങ്ങനെയുള്ള ഈ ആരോഗ്യ രംഗത്ത് കേരളം ഇത്രയും മുന്നോട്ട് പോകുമ്പോൾ റിസർച്ചും അതുപോലെ തന്നെ എയിംസ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. ഞാൻ ഓർക്കുന്നത്, ലോക്സഭയിലായിരുന്നപ്പോൾ ഏറ്റവും ആദ്യമേ ഈ NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ ആദ്യമേ പോയി അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഹർഷവർദ്ധനെ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും കോട്ടയത്തിന് വേണ്ടി വാദിക്കും. അപ്പോൾ കോട്ടയത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഇത് വേണം. അപ്പോൾ പറഞ്ഞു, സ്ഥലമോ? ഞാനൊരു വില്ലേജ് ഓഫീസറിനെ റിട്ടയർ ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്, അവിടുത്തെ സർവേ നടത്തി ചതുപ്പ് നിലവുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ പുറകിൽ പല ഷെഡ് പോലെ അയിലയിലൊക്കെ ഉണ്ട്, ഒന്നും ഉപയോഗിക്കുന്നൊന്നുമല്ല. അതല്ലാതെ കൂട്ടിപ്പിടിച്ചൊരു 100 ഏക്കർ സ്ഥലം മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആണ് ഇത് പൊളിറ്റിക്കലായി മാറിയത്, രാഷ്ട്രീയമായി മാറി. എങ്ങനെ വേണം? അപ്പോൾ പതുക്കെ ഇവർ പുറകോട്ട് പോകാൻ തീരുമാനമെടുത്തു. അന്ന് ഫ്ലോർ ഓഫ് ദി ഹൗസ് ഈ പറയുന്ന അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, ഇത് കേരളത്തിന് നമ്മൾ കൊടുക്കും. എവിടെയാണെന്ന് പറഞ്ഞില്ല, സംസ്ഥാനം പറയുന്ന പോലെ ആകട്ടെ, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം പറഞ്ഞു, അത് 100 ഏക്കർ പോരാ, ഇവിടെ 200 ഏക്കറെങ്കിലും മിനിമം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്മുടെ ആനുവൽ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭുവനേശ്വറിൽ അവിടെ 99 ഏക്കർ സ്ഥലമേ ഉള്ളൂ, അവിടെ എയിംസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഉദാഹരണങ്ങളുമായി കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും പല മന്ത്രിമാർ മാറി വന്നു, പക്ഷേ എയിംസ് തരില്ല. കാരണം ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം. അപ്പോൾ അതുപോലെ തന്നെയാണ് റബ്ബറിൻ്റെ കാര്യത്തിലും ഇറക്കുമതി ചുങ്കം അത് കൂട്ടിയിരുന്നെങ്കിൽ കൂട്ടാനുള്ള സാഹചര്യവുമുണ്ട്. റബ്ബറിൻ്റെ വില, ഈ ടയറിൻ്റെ വില കൂടുന്നു, ഇതിവിടുത്തെ ലഭ്യത കുറയുന്നു. അപ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയിരുന്നെങ്കിൽ, ഒരു 5% കൂട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ വില വർദ്ധിക്കുമായിരുന്നു. പക്ഷെ അത് കൂട്ടാൻ തയ്യാറല്ല. അത് തയ്യാറാത്തതിൻ്റെ ചില ലോബിയുടെ ഭാഗങ്ങൾ കാണും. പക്ഷേ ഒരു രാഷ്ട്രീയ നേട്ടം ഇന്ന് BJPക്ക് ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതും ഇന്ന് സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നതിൻ്റെ കാരണം രാഷ്ട്രീയ നേട്ടമില്ല. അതുകൊണ്ട് ഇവിടുത്തെ വികസനത്തിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം വളരെ ഗൗരവമായി അതിനുള്ള റിസർച്ച് നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായും റബ്ബറുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്രത്തിൻ്റെ നയത്തിനെ ആശ്രയിച്ചാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിലസ്ഥിരതാ ഫണ്ട് അത് മണിസാർ കൊണ്ടുവന്നതാണ്, അത് കൂട്ടേണ്ടതുണ്ട്. അതിനുള്ള ഇടപെടലുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂപതിവ് നിയമ ഭേദഗതി നമുക്കറിയാം, കോടതിയുടെ വിധിയുടെ പ്രകാരം ഇന്ന് പട്ടയം കിട്ടിയത് ഇടുക്കി മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും അവിടെ 60-ൽ ഉള്ള ഭൂപതിവ് നിയമവും അതോടൊപ്പം തന്നെ 64-ലുള്ള ചട്ടങ്ങളും 93-ലുള്ള ചട്ടങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഭൂപതിവ് നിയമവും അതെല്ലാം ഉപാധിരഹിതമാണ് എന്ന് പറഞ്ഞ് വീട് വെക്കുവാനും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുവാനുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രദേശങ്ങളൊക്കെ നമ്മുടെ മലയോര പ്രദേശങ്ങൾ കുടിയേറ്റ മേഖലയിലേക്ക് ആളുകൾ പോയി കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ മറ്റാവശ്യങ്ങൾ വന്നു, ഷോപ്പ് വന്നു, സ്കൂൾ വന്നു, ആശുപത്രി വന്നു. അതെല്ലാം നിയമവിരുദ്ധമായി ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ പ്രകാരം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതെല്ലാം റെഗുലറൈസ് ചെയ്യേണ്ടതുണ്ട്, ഭാവി കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതുമുണ്ട്. അതിനൊരു നിയമഭേദഗതിയിൽ കൂടെ നടക്കുകയുള്ളൂ. ആ നിയമഭേദഗതിയിൽ കൂടെ നടത്തുവാനുള്ളത് പൈലറ്റ് ചെയ്തത് അത് ഇടുക്കി മാത്രമല്ല, പട്ടയം കിട്ടിയ ഏത് സ്ഥലത്തും
നമ്മൾ വർഷങ്ങളും പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ പല തരത്തിലുള്ള പട്ടയങ്ങൾ ലഭിച്ചതാണ്. അപ്പോൾ അവിടെ ആ നിയമ ഭേദഗതി നടത്തി ഇന്ന് നമുക്ക് പട്ടയം ഇതിന് റെഗുലറൈസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില ഈ പറയുന്ന ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഇന്ന് സർക്കാർ തയ്യാറാണ്. അപ്പോൾ ആ രീതിയിൽ അതിൽ ഇടപെട്ട് നമുക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ നമ്മുടെ ഇതിപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വെള്ളൂരിലെ റബ്ബർ പാർക്ക് നമ്മൾ മുന്നോട്ട് വെച്ചത് മാൻസാർ തന്നെ അത് മുന്നോട്ട് വെച്ചു. നമുക്കൊരു റബ്ബർ പാർക്ക് വേണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് അവിടെ തുടങ്ങുവാൻ കഴിഞ്ഞു. പിന്നോക്കക്കാരിൽ ഉള്ള സംവരണം ഇത് വായിച്ചു പോയതാണെന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് വായിച്ചു പോയതാണോ? ഏതൊക്കെയാലും അതും നമ്മുടെ ഒരു ആവശ്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം വേണം എന്നുള്ളത് അത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ്, സന്യസ്തർക്കുള്ള റേഷൻ കാർഡ് അത് കൃത്യമായി അതിനുള്ള നിവേദനം ഞാനാണ് കൊടുത്തത്. നിവേദനം കൊടുക്കുകയും ഈ സർക്കാർ അവർക്കുള്ള റേഷൻ കാർഡ് തരികയും സന്യസ്തർക്കുള്ള റേഷൻ കാർഡ് കൊടുക്കുകയും എത്രയോ വർഷങ്ങളായി UDFൻ്റെ കാലത്തൊന്നും അവർ ചെയ്യാൻ തയ്യാറായില്ല. ഇടതുപക്ഷം അത് ചെയ്യുവാനായിട്ടുള്ള തയ്യാറായി. നമ്മൾ ഈ പറഞ്ഞ വനഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ എതിർത്തു. അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭരണപക്ഷത്താണേലും ഇടപെട്ടു. അതും നമ്മൾ മാറ്റിവെപ്പിച്ചു. അതോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷണ ബില്ല് നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ഇവിടെ സൂചിപ്പിച്ചു. 1972 വന്യജീവി നിയമം, ആ നിയമത്തിൽ ഒരു നിർവചനം തെറ്റിപ്പോയി. ആ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ വന്യജീവിയെ സംരക്ഷിക്കേണ്ടത് എവിടെയാണ് എന്ന് ആ നിയമത്തിൽ പറഞ്ഞില്ല. അതിനെ സംരക്ഷിക്കേണ്ടത് വനത്തിനകത്തായിരുന്നു. പക്ഷെ പുറത്തേക്ക് വന്നാലും അതിനെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ജനത്തിനുള്ള സംരക്ഷണമില്ല. ഈ നിയമത്തിൽ തന്നെ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 11(2) തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു വന്യജീവി ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നാൽ അതിനെ കൊല്ലാനായിട്ടുള്ള അധികാരം സ്വയം രക്ഷയ്ക്ക് വേണ്ടി ജനങ്ങൾക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസെടുക്കുന്നത്? ഈ കേസെടുക്കുക മാത്രമല്ല നോൺ ബെയിലബിൾ ആക്കുകയാണ്. ജാമ്യമില്ല എന്നുള്ള വകുപ്പ് ഇട്ടാട്ടാണ് കേസെടുക്കുന്നത്. പിന്നെ നമ്മൾ ഹൈക്കോടതി പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, മാറി നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ വിഷയം അത് പരിഹരിക്കുവാൻ വേണ്ടി നമ്മൾ കേന്ദ്രത്തിൽ പോയി MLA പോയി, ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള MLA മുഴുവൻ വിളിച്ചു കൊണ്ടുപോയി അന്ന് കേന്ദ്രമന്ത്രിയെ കണ്ട് 1 മണിക്കൂർ ചോദിക്കണം, 1 മണിക്കൂർ ഒന്ന് സംസാരിച്ചു. അവിടെ നമ്മൾ പറഞ്ഞ വാദം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ നമുക്ക് ജനങ്ങൾക്ക് IPC ഇപ്പം നിയമം മാറ്റി BNS ആക്കി. ആ നിയമത്തിൽ പോലും സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരു മനുഷ്യനെ കൊല്ലാം. ഇപ്പോൾ ഒരു ടെററിസ്റ്റ് വന്ന്, ഒരു കള്ളം വന്ന് വീട്ടിൽ കയറി, നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവനെ കൊല്ലാം. നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പരിരക്ഷയുണ്ട്. പക്ഷെ ഒരു വന്യമൃഗത്തിനെ കൊല്ലാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു തെറ്റായ ധാരണ പ്രകാരമാണ്. എന്താണ്? ചില ആക്റ്റിൽ മാത്രമേ ഉള്ളൂ ഈ നിയമം. ഇപ്പോൾ ഒരു ജാതിപ്പേര് വിളിച്ചാൽ നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റക്കാരനല്ലാന്ന്, നോൺ ബെയിലബിളാണ്. ഒരു മയക്കുമരുന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണെന്നത് ഉടനെ തന്നെ അങ്ങ് നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ തെളിയിക്കണം നമ്മുടെ കയ്യിൽ പൊസഷൻ ഇല്ലായിരുന്നു എന്ന്. ഇപ്പോൾ പോസ്കോ കേസ്, അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ നമുക്കറിയാം നമ്മൾ കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ തെളിയിക്കണം. അപ്പോൾ അതേ സമാനമായ ഒരു കേസ് പോലെയാണ് ഇന്ന് വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊലപ്പെടുത്തിയാൽ. പക്ഷേ അത് ശരിയല്ല, നിയമത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലുമാണ്. അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ വേണം എന്ന് നമ്മൾ കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു. ആ ഡയറക്ഷൻ പാർലമെൻറ്റിൽ വരാതെ തന്നെ സെക്ഷൻ 63 പ്രകാരം ചെയ്യാമെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഡയറക്ഷന് പകരം ഞാൻ കോട്ടയത്തേക്ക് വരാം, ഞാൻ വയനാട്ടിലേക്ക് വരാം, നിങ്ങൾ MP-മാരെയും കളക്ടറെയും SP-യെയും വിളിച്ചു വരുത്തിക്കൂ, ഞാൻ അവിടെ വെച്ച് ഡയറക്ഷൻ കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നു, ഇതാ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ഇരിക്കുന്നു, ഇങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് ഒരു നിയമ ഭേദഗതി അവിടെ ചെയ്യേണ്ടതാണ്. അത് കൂടാതെ ഞാൻ പറഞ്ഞു, കളക്ടർക്ക് ഒരു അധികാരം കൊടുക്കണം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു 1.5 വർഷക്കാലം മുമ്പ് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ കണമലയിൽ 2 കർഷകനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നു.
അത് കഴിഞ്ഞ് വലിയ വാർത്ത വന്നു, എല്ലാ പത്രത്തിലും വാർത്തയായിരുന്നു. 1-2 ദിവസമായിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ ഇവിടുത്തെ കളക്ടറും എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ആ ബഹുമാനപ്പെട്ട മന്ത്രിയും ശ്രീ വാസവനും കൂടി പത്രസമ്മേളനം നടത്തി. എന്താ നടത്തിയത്? ഞങ്ങൾ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തു. ഒരു വെടിവെച്ചോ? വെടിവെച്ചില്ല. കാരണം നിയമം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് സ്റ്റേറ്റിന് മാൻസാർ തന്നെ കൊണ്ടുവന്നതാണ്. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടുന്ന മാത്രമല്ല, ആ ഡിസാസ്റ്റർ ഇനി ഏത് തരത്തിലുള്ള ദുരന്തവും അത് ഡിസാസ്റ്ററാണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു പവർ കൊടുത്താൽ ആ വന്യമൃഗത്തിനെ വെടിവെക്കാൻ മാത്രമല്ല കോമ്പൻസേഷൻ കൊടുക്കുവാനുള്ള അധികാരവും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം ചെയ്യാൻ തയ്യാറാകാതെ വന്നപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ചെന്നു. ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഇപ്പോൾ ആ നിയമ ഭേദഗതി നിയമത്തിൽ ആക്കി ഇന്ന് നിയമസഭ പാസാക്കി. ഇനി പ്രസിഡന്റിൻ്റെ അസൻറ്റും കൂടെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏതൊക്കെയാലും അതിനൊരു ഇച്ഛാശക്തി ഈ സർക്കാർ കാണിച്ചു. അപ്പോൾ ആ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കടലിൻ്റെ കടൽ അവകാശം. ഇന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, ഇവിടെ ഒരു സാമൂഹ്യ വിഷയം എന്ന് പറയുന്നത് ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടായിരിക്കില്ല. പക്ഷേ അവിടെ നമ്മൾ വായിച്ചത് കടൽ മണൽ ഖനനം പാടില്ല. 242 സ്ക്വയർ കിലോമീറ്റർ കൊല്ലത്ത് അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയുള്ളവരും അറിഞ്ഞില്ല, ഡൽഹിയിലുള്ളവരും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ശ്രദ്ധയിലേക്ക് വരികയും അതിനുശേഷം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അത് നിയമസഭയിൽ കൊണ്ടുവരികയും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശക്തികുളങ്ങരയിൽ MLA-മാരെല്ലാം പോയി രാവിലെ 7:30 മണിക്ക് അവിടെ ധർണ നടത്തുകയും അന്ന് തന്നെ ഫോണിൽ കൂടെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അസംബ്ലി നടക്കുമ്പോൾ പ്രമേയം പാസ്സാക്കണം ഇതിനെതിരായി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് MLA-മാർ ഇവിടെ ഇരിക്കുന്നു. അന്ന് പിറ്റേ ദിവസം അസംബ്ലിക്കകത്ത് പ്രമേയം പാസ്സാക്കി ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളത്. നിയമം അത് കേന്ദ്രത്തിൻ്റെതാണ്, ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ അതിനകത്ത് ആവശ്യപ്പെട്ടു, നിർത്തലാക്കണം. നിർത്തലാക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ ഇതിൻ്റെ റോയൽറ്റി എന്ന് പറഞ്ഞാൽ 5,000 കോടി 10,000 കോടിയൊക്കെയാണ് ഓരോ ടെൻഡറിലേക്ക് പോകുന്നത്. അതിൻ്റെ റോയൽറ്റി നിന്ന് ഇവരെയൊക്കെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ, മത്സ്യത്തൊഴിലാളിക്ക് സപ്പോർട്ട് കൊടുക്കാൻ റോയൽറ്റിൻ്റെ ഒരു ഭാഗം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഇതുവരെ ഒരു തരത്തിലും ഒരിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ റോയൽറ്റിയും കൂടെ ഇവർക്ക് കൊടുക്കാൻ എന്നാണ്. അപ്പോൾ അവിടെയൊന്നും ഒരു സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയും ഒന്നും നടത്താതെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പോകുന്നത്. ശക്തമായ ഇടപെടലുകൾ നടത്തി. ഇന്ന് മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും ആദ്യമേ ഈ വിഷയത്തിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരിൽ ഏറ്റവും ആദ്യമേ ഓടിയെത്തിയത്, പലരും ചെന്ന് കാണാനും പിന്നെ, പക്ഷേ അത് പ്രാദേശികമാണ്. ഏറ്റവും ആദ്യം സംസ്ഥാന തലത്തിൽ നേതാക്കന്മാർ ഓടിയെത്തിയതിൽ അത് കേരള കോൺഗ്രസ് എന്നാണ്. അവിടെ ചെന്ന് പറഞ്ഞത് ഇത് നാളെ ചെയ്യാവുന്നല്ല, പക്ഷേ ഇത് പഠിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടാം. ഇന്നലെയും വിളിച്ചു. ഇന്നലെയും അവിടെ നിന്നുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ജോസഫ് എന്നെ വിളിച്ചു. സാറേ, ഇങ്ങനെയൊരു ബുദ്ധിമുട്ടാണ്, അവിടെ ലാൻഡ് ടാക്സ് പേ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഈ പറഞ്ഞ മുഴുവൻ ചോരുകയാണ് വീടുകൾ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വീടിന് അത് ഈട് വെച്ചിട്ട് വായ്പ എടുക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുമായിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് വരണം, അതിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാം. അതനുസരിച്ച് ഇത് ട്രൈബ്യൂണലിൽ നിൽക്കുന്നതാണ് നിയമമായത്. ഇപ്പം നമ്മൾ മറ്റത് പറഞ്ഞതുപോലെയാണ്. അത് നിയമം അവിടെ കോടതിയുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യാൻ കഴിയുമോ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും ഒരു കാരണവശാലും നിങ്ങളെ ഇറക്കി വിടില്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു വാക്കാണ്. പക്ഷേ അത് മാത്രം പോലെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള റൈറ്റ് കിട്ടണം. മുനമ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും വഖഫ് ബോർഡിൻ്റെ നിയമം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സഭയുൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടി നിൽക്കണമെന്ന് വാദിച്ചപ്പോഴും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ എതിർത്തു. പ്രതിപക്ഷം മുഴുവൻ. ഇവിടെ കേരള കോൺഗ്രസ് ഒരു സമുദായത്തിനും എതിരല്ല. പക്ഷേ അവിടെ ഒരു നിലപാടെടുത്തത് എന്താണ് കേരള കോൺഗ്രസ്? അവിടെ ഒരു നിലപാടെടുത്തത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അവകാശം. ആ അവകാശം എന്ന് പറയുന്നത് നീതി കിട്ടുവാൻ വേണ്ടി ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ നീതി ലഭിക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള ഒരു അവകാശമുണ്ട്. അത് ശരിയല്ലേ? നീതിയല്ലേ? അത് ഇല്ലാതാക്കുന്ന ഒരു നിയമം അത് മാറ്റണം. അതിന് നമ്മൾ പിന്താങ്ങി. പക്ഷേ മറ്റ് പലതും
നിയമക്കെതിരായിട്ടുള്ളത്, നീതി ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്തു. പക്ഷേ ഈ നിലപാടെടുക്കാൻ അത്ര എളുപ്പമല്ല. കാരണം 2-3 ആഴ്ചക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മീഡിയയ്ക്കകത്ത് വരുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? പലരും പല രീതിയിൽ സംസാരിച്ചു. കേരള കോൺഗ്രസ്സിന് സമ്മർദ്ദം ചെലുത്താൻ നോക്കി, ഇതിങ്ങനെ വേണം അങ്ങനെ വേണം. പക്ഷെ നമ്മൾ അതിനകത്ത് വ്യക്തമായി ആലോചിച്ച് പഠിച്ചിട്ട് വ്യക്തമായ നിലപാടെടുത്തു. എൻ്റെ ആ സ്പീച്ച് എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സ്പീച്ച് എടുത്ത് മാനുസ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം കൃത്യമായി ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും സെൻറ്റൻസുകൾ എന്തിനാണ് നമ്മൾ എതിർത്തതും എന്തിനാണ് നമ്മൾ അനുകൂലിച്ചതുമെന്ന്. ആ നിലപാടെടുത്തപ്പോൾ നമുക്കറിയാം ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഒഴുക്കിനെതിരെ ഒഴുകി അങ്ങ് പോകാം. പക്ഷേ ചില നിലപാടെടുക്കുമ്പോൾ അവിടെ കൃത്യമായി ചിലപ്പോൾ എതിർപ്പുകൾ വരാം. പക്ഷേ അവിടെ എതിർപ്പുകൾ വരാതെ നമുക്ക് നീതിക്ക് വേണ്ടി നിന്നു എന്നുള്ളത് നമുക്ക് ശക്തമായി പുറത്ത് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പം മണിപ്പൂരിലെ വിഷയം, ഇവിടെ തോമസ് ചാഴികാടൻ ഇരിപ്പുണ്ട്. ഏറ്റവും ആദ്യമേ മണിപ്പൂരിലേക്ക് കടന്നു ചെന്നത് ഞങ്ങളാണ്. അവിടെ ചെല്ലുകയും അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയും സിസ്റ്റേഴ്സുമായി സംസാരിക്കുകയും വൈദികരുമായി സംസാരിക്കുകയും കുക്കി എന്നുള്ള ആ മേഖലയിലുള്ള ആദിവാസികളുമായി സംസാരിക്കുകയും അവിടെയുള്ള MLA-മാരുടെ വീടുകളിൽ പോവുകയും അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ഒരു 2 വർഷക്കാലം പ്രധാനമന്ത്രി ഒന്നും മിണ്ടാതിരുന്നു. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള സിസ്റ്റേഴ്സിൻ്റെ വിഷയം, ആ വിഷയത്തിൽ തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടപെടുകയും പോവുകയും ചെയ്തു. പക്ഷേ അവിടെ ആരും ക്യാമ്പ് ചെയ്തില്ല. അവർക്ക് ജാമ്യം കിട്ടുന്ന ദിവസം വരെ അവിടെ താമസിച്ച് അവിടെ ജാമ്യം കിട്ടിയതിന് ശേഷം സേഫായി അവരുടെ കോൺവെൻറ്റിൽ കൊണ്ടാക്കിയിട്ടാണ് കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷവും തിരിച്ചു വന്നത്. അത് ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ, അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഏതിൽ വിശ്വസിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. അത് ഒരു കാരണവശാലും അതിനകത്ത് രാഷ്ട്രീയം ചേർത്താൻ കഴിയില്ല. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് എത്രയോ കാര്യങ്ങൾ ഇവിടെ ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ, ബൃഹത്തായ സയൻസ് സിറ്റിയുടെ കാര്യമാകാം, അത് IIITയുടെ കാര്യങ്ങളാകാം, അത് ഇവിടെ വരുന്ന നമ്മുടെ പല മേഖലയിലുള്ള വികസന പദ്ധതികളാകാം. ജില്ലാ കമ്മിറ്റി തന്നെ എത്രയോ കാര്യങ്ങൾ, കാരുണ്യ ഭവനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ BJP ആകട്ടെ, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രാദേശിക പാർട്ടി കേരള സംസ്ഥാനത്ത് അത് കേരള കോൺഗ്രസ് എന്ന് പറയാൻ ആഗ്രഹിക്കും. അത് വെറുതെ വന്നതല്ല, അത് വെറുതെ ലഭിച്ചതല്ല, അത് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നതല്ല. അതിനകത്ത് ഒത്തിരി അധ്വാനമുണ്ട്. അതിനകത്ത് സംഘടനാപരമായ അധ്വാനമുണ്ട്, രാഷ്ട്രീയപരമായ നമ്മുടെ നിലപാടെടുത്തതിൽ അധ്വാനമുണ്ട്, അതിൻ്റെ ഫോളോ അപ്പിൽ അധ്വാനങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യത്തെ ദേശീയ തലത്തിൽ പോലും നമുക്കിപ്പോൾ ഒരാളല്ലെങ്കിൽ 2 പേരായിരിക്കും നമ്മുടെ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒരാളാണ്. പക്ഷേ ദേശീയ തലത്തിൽ നമ്മുടെ സാന്നിധ്യം, കേരള കോൺഗ്രസ് എന്നുള്ള സാന്നിധ്യം നമ്മൾ അത് കാണിക്കുവാൻ അല്ലെങ്കിൽ ശ്രദ്ധപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ആ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നേറിയേ പറ്റൂ. അവിടെയാണ് നമ്മളെ വിലയിരുത്താൻ ആസെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമുക്ക് ആക്ട് ചെയ്യേണ്ടത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് തീർച്ചയായും ഇവിടെയുള്ള മറ്റ് നേതാക്കന്മാർ സംസാരിക്കും.